കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ BJP അധ്യക്ഷനാകുമോ എന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഞായറാഴ്ച വൈകിട്ട് RSS മേധാവി മോഹൻ ഭാഗവതുമായി ചൗഹാൻ 45 മിനിറ്റ് നീണ്ടുനിന്ന കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെയാണ് അഭ്യൂഹങ്ങൾ ഉയർന്നുവരുന്നത്. ഡൽഹിയിലെ RSS ആസ്ഥാനത്ത് വച്ചായിരുന്നു കൂടിക്കാഴ്ച. RSS മേധാവിയുമായുള്ള ചൗഹാന്റെ കൂടിക്കാഴ്ച അടച്ചിട്ട മുറിയിലായിരുന്നുവെന്നും BJP വൃത്തങ്ങൾ പറയുന്നു. അതിനുശേഷം അദ്ദേഹം മധ്യപ്രദേശിലേക്ക് മടങ്ങിയിരുന്നു. 16 വർഷത്തിലേറെ മധ്യപ്രദേശ് ഭരിച്ച ശിവരാജ് സിംഗ് ചൗഹാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. ഗുജറാത്തിലെ നരേന്ദ്രമോദിക്ക് സമാനമായി അദ്ദേഹത്തിന്റെ ഭരണകാലം മധ്യപ്രദേശിൽ BJPക്ക് സുസ്ഥിരമായ ഒരു അടിത്തറ നൽകിയിട്ടുണ്ട്. OBC നേതാവാണെങ്കിലും ജാതിഭേദമന്യേ പിന്തുണ നേടാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുമുണ്ട്. എന്നാൽ താൻ BJP അധ്യക്ഷനാകുമെന്ന അഭ്യൂഹങ്ങളോട് ചൗഹാന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല, ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഞാൻ കൃഷി ഗ്രാമവികസന മന്ത്രിയാണ്. ഞാൻ ഈ ജോലി ഒരു ആരാധന പോലെയാണ് ചെയ്യുന്നത്. കർഷകരെ സേവിക്കുന്നത് എനിക്ക് ദേവാരാധനയാണ്. ഈ ആരാധന തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ചൗഹാൻ പറഞ്ഞു. തനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. കാർഷികോൽപാദനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നതാണ് അത്. കർഷകരുടെ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാം, ഗ്രാമപ്രദേശങ്ങളെ എങ്ങനെ വികസിപ്പിക്കാം, എങ്ങനെ കൂടുതൽ ലഖ്പതി ദീദിമാരെ സൃഷ്ടിക്കാം, ഇതൊക്കെയാണ് തൻ്റെ ലക്ഷ്യമെന്നും ചൗഹാൻ പറഞ്ഞു. 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക കുടുംബ വരുമാനം നേടുന്ന സ്വയം സഹായ സംഘത്തിലെ അംഗമാണ് ലഖ്പതി ദീദി. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന പദ്ധതികളിൽ ഒന്നാണ്. സെപ്റ്റംബർ 9 നടക്കുന്ന ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും BJP അധ്യക്ഷ തിരഞ്ഞെടുപ്പ്. JP നദ്ദയ്ക്ക് പകരക്കാരനായി BJPയെ നയിക്കാൻ ശിവരാജ് സിംഗ് ചൗഹാനു പുറമെ ധർമ്മേന്ദ്ര പ്രധാൻ, വിനോദ് താവ്ഡെ, ഭൂപേന്ദ്ര യാദവ് എന്നിവരും പരിഗണനയിലുള്ളവരാണ്. അതേസമയം ദക്ഷിണേന്ത്യയിൽ നിന്നാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതെങ്കിൽ കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി G കിഷൻ റെഡ്ഡിയുടെ പേരും സജീവമായി ഉണ്ട്.